ഇപ്പം മഴക്കാലമല്ലേ, കറിവേപ്പിലയൊക്കെ നല്ലതായിട്ടൊന്ന് തളിർത്ത് വളർന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരാഴ്ചത്തേക്കുള്ള കറിവേപ്പിലയൊന്ന് ഒടിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. കാരണം മഴ നനഞ്ഞ് എപ്പോഴും കറിവേപ്പില ഒടിക്കാൻ വരാതെ നമുക്ക് ഒരാഴ്ചത്തേക്കുള്ളത് നമ്മൾ ഒടിച്ചു വെച്ചാൽ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് വെച്ചാൽ ഇതേപോലെ തന്നെ ഇരിക്കും. ഞാനതെങ്ങനെയാണ് വെക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാനിവിടെ കുറച്ച് കറിവേപ്പില ഒടിച്ചെടുത്തിട്ടുണ്ട്, കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ ഒരാഴ്ചത്തേക്കുള്ളത്. ഇതിന് ഞാനൊന്ന് ഓൾറെഡി മഴ പെയ്ത് നിൽക്കുമായതുകൊണ്ട് നല്ല വൃത്തിയായിട്ടുള്ളതാണ്, അതുകൊണ്ട് കഴുകുമൊന്നും വേണ്ട. പിന്നെ കീടയൊക്കെ ഉണ്ടോ നോക്കിയതിന് ശേഷം ഇതുപോലെ ഇതിൻ്റെ തണ്ടൊക്കെ ഒന്ന് അടർത്തി നമുക്കൊരു കുപ്പിയിൽ പ്ലാസ്റ്റിക്കിൻ്റെ അതിനകത്ത് വെച്ചാൽ മതി. ഇത് ഞാൻ ഒരാഴ്ച വെച്ച കറിവേപ്പിലയാണ്, തീർന്നു. അത് ഇത്രയും മാത്രം ശേഷിച്ചു. അതുപോലെ തന്നെ ഫ്രഷ്നെസ് ഉണ്ടത്, വാടിയിട്ടൊന്നുമില്ല. ഇങ്ങനെയാണ് ഞാൻ ഈ സമയത്ത് മഴക്കാല സമയത്ത് ഉപയോഗിക്കുന്നത്. കാരണം മഴ നനഞ്ഞു പോകാതെ നമുക്ക് എളുപ്പ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിലും ഏത് സമയത്താണെങ്കിലും കുഴപ്പമില്ല, ഞാനിങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങളിതുപോലൊക്കെ ചെയ്ത് വെച്ചാൽ നല്ലതാണ്. നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നവരുണ്ടായിരിക്കാം. ഇതുപോലെ തന്നെ തണ്ട് ഒന്ന് വലിയ തണ്ട് കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഡബ്ബയ്ക്കകത്ത് അടച്ചു വെക്കുക. അത്രയും മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇത്രയും മാത്രമേ ഉള്ളൂ. ഞാനിങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമേ ഒരു വീഡിയോ ഇട്ടതാണ്. നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നവർ പലരും ഉണ്ടായിരിക്കാം. നമുക്ക് പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. വളരെ ഉപകാരമാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുന്നത്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയിക്കണം. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇതുപോലെ ചെറിയ വീഡിയോയുമായിട്ട് പിന്നെ ഇവിടുത്തെ വിശേഷങ്ങളുമൊക്കെ ആയിട്ട് ഞാൻ പിന്നെയും വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക.